സാറേ, ഇന്നലെ വൈകുന്നേരം നമ്മെ കേരളം ഞെട്ടിക്കുന്ന വാർത്തയാണ് എല്ലാവരെയും തേടിയെത്തിയത്. വെഞ്ഞാറമൂട് 23കാരൻ 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങൾ ഈ പയ്യനെക്കുറിച്ച് തിരക്കി. അപ്പോൾ അവനെതിരെ അങ്ങനെ വലിയ ക്രിമിനൽ പശ്ചാത്തലമില്ല. ആ പയ്യൻ ഒരു വിശ്വാസിയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളുമായെല്ലാം സാധാരണ രീതിയിൽ ഇടപെടുന്ന ഒരു പയ്യൻ. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറ ഇങ്ങനെ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുന്നത്? അത് പറഞ്ഞാൽ ഈ സമൂഹവുമായിട്ട് ഇടപെടുന്ന ആളായിരുന്നില്ല ഈ അഫാൻ എന്ന് പറയുന്ന ഈ കൊലയാളി. 21 വയസ്സേ ഉള്ളൂ. എങ്കിലും കൊലയാളി എന്ന് വിളിക്കാതിരിക്കാൻ പറ്റില്ല. കടും ക്രൂരതയാണ് കാണിച്ചത്. സമൂഹവുമായി ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല. നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാൻ പോവുകയോ അങ്ങനെ ഒരു പരസ്യമായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പയ്യനല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അദ്ദേഹത്തെ പള്ളിയിൽ വെച്ചാണ് ബന്ധുക്കളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ ഒരു ചിറ്റപ്പൻ, അദ്ദേഹമാണ് ഈ വീട് വെച്ചൊക്കെ കൊടുത്തിരുന്നത്. അപ്പോഴൊന്നും അവർക്കൊന്നും ഇദ്ദേഹത്തിനെ കുറിച്ച് പരാതിയില്ല. ചിരി മാത്രം. അദ്ദേഹത്തെ കൂടെ ട്യൂഷൻ പഠിക്കുകയും അതുപോലെ തന്നെ സൈക്കിൾ ഒന്നിച്ചു പഠിക്കുകയും ഒക്കെ ചെയ്ത വേറൊരു കൊച്ചു കുട്ടിക്കാലം മുതലേ പരിചയം ഉണ്ടായിരുന്നൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയും, അഫാൻ ചിരിക്കും. ഇത് തമ്മിലാണ്. എന്ത് പറഞ്ഞാലും ചിരിക്കുന്ന ഒരു പയ്യനാണ്. ചിരിച്ചിരിക്കുന്ന ഒരു വില്ലനായിരുന്നു. മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ചിരിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാഹചര്യം ഇവിടെ വന്നിട്ടില്ല കൊലപാതകത്തിന്. അപ്പോൾ ഇത് വേണമെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന കാര്യമാണെന്നേ പറയാവൂ. ഇവിടെ പുതുതായിട്ട് വന്ന ഒരു കഥാപാത്രം, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ആ കുടുംബം ശാന്തമായിട്ട് പോവുകയായിരുന്നു. പള്ളിയുമായിട്ട് ബന്ധം, മഹലുമായിട്ട് ബന്ധം, ബന്ധുക്കളുമായിട്ട് ബന്ധം, സമൂഹമായിട്ടില്ല. രണ്ടായിട്ട് നമ്മൾ കാണണം. വിശ്വാസിയാണ്. നല്ല വിശ്വാസിയായിരുന്നു. കട്ട വിശ്വാസിയാണ്. ഒരു സംശയമില്ല ആ കാര്യത്തിലൊന്നും. പക്ഷേ ഇവിടെ പ്രശ്നമായിട്ട് വന്നു ഒരു പെൺകുട്ടി വന്നു. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നപ്പോൾ അദ്ദേഹം ഈ വിശ്വാസങ്ങളെല്ലാം അങ്ങ് മറന്നു എന്ന് വേണം കരുതാൻ. പള്ളി ഒരിക്കലും നിങ്ങളുടെ ബന്ധുക്കളെ കൊല്ലണമെന്ന് പഠിപ്പിക്കുകയില്ല. സ്വസമുദായത്തിൽപ്പെട്ടവരെ പോലും കൊല്ലണമെന്ന് പഠിപ്പിക്കുകയില്ല. ഐക്യമായിട്ട് പോകണം, ഇല്ലാത്തവർ കൊടുക്കണം, ഇതൊക്കെയാണ് പള്ളി പറയുന്നത്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ്. ആ വിശ്വാസമില്ലാത്തവരുടെ കാര്യത്തിൽ മാത്രമാണ് പള്ളിക്കോ അവരുടെ വിശ്വാസത്തിനോ യാതൊരു വിധമായ വിട്ടുവീഴ്ചയില്ലാത്തത്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ആ പ്രശ്നം വരുന്നില്ല. ഇടപെട്ട ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമ്പർക്ക സർക്കിൾ എന്ന് പറയുന്നത് ബന്ധുക്കൾ, ഇതേ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ. ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന പെൺകുട്ടി ഇതേ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ഇവർ തമ്മിൽ പ്രേമമായിരുന്നു എന്ന് ന്യായമായിട്ട് ഊഹിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നപ്പോഴാകട്ടെ ആ കുടുംബവുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലായിരുന്നു പെൺകുട്ടി. ഈ പെൺകുട്ടിയെ അഫാൻ വിവാഹം കഴിക്കുന്നതിന് വീട്ടുകാർക്ക് യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് പ്രശ്നമായിട്ട് ഉടന്തടിച്ചു നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മുമ്മയുടെ ഒരു ആഭരണം എടുക്കണമെന്ന് പറഞ്ഞു. ഇവരുടെ ഒരു ആഡംബര ജീവിതം പിന്നെ വേണമല്ലോ, നമ്മൾ ഈ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആഡംബര ജീവിതം എന്ന് പറയുമ്പോൾ ഈ പയ്യന്റെ പ്രായം വെറും 23 വയസ്സാണ്. അങ്ങനെ 23. ഈ പയ്യൻ കൊലപാതകം കഴിഞ്ഞിട്ട് സാറ് സൂചിപ്പിച്ചതുപോലെ ഈ കൊലയാളി കൊലപാതകം കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പറയുകയാണ് ഞാൻ 6 പേരെ കൊന്നെന്ന് പറയുമ്പോൾ പോലീസ് വിശ്വസിക്കുന്നില്ലേ? ഇവനെന്തോ മാനസിക പ്രശ്നമുണ്ട്. ആ രീതിയിലാണ് ഇവർ ആദ്യം കരുതിയത്. പിന്നീട് സാഹചര്യങ്ങളിൽ അപ്പോഴാണ് പല സ്റ്റേഷനുകളിൽ നിന്നും കോളുകൾ വരുന്നു, അവിടെ കൊലപാതകം നടന്നിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിടക്കുന്നു. ആ രീതിയിൽ വരുമ്പോഴാണ് ഈ പയ്യൻ പറയുന്നത്, ഈ കൊലയാളി പറയുന്നത് കൃത്യമാണല്ലോ എന്ന് പോലീസ് ചിന്തിക്കുന്നത്. അതാണ് അറവും മൃഗങ്ങളെ കൊല്ലുന്ന പോലെ കൊന്ന. അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനൊരു മനസ്സ് മാറാൻ? അതാണ് ഈ പറഞ്ഞത്. ഇപ്പം ലഹരിക്ക് അടിമയാണോ അതോ നമ്മുടെ സമൂഹത്തിന്റെ തെറ്റാണോ? ഇവിടെ പുതുതായിട്ട് വന്ന ഒരു ഫാക്റ്റ് വെച്ച് മാത്രമേ നമുക്കിത് യുക്തിസഹമായിട്ട് അപഗ്രഥിക്കാൻ പറ്റുകയുള്ളൂ. പുതുതായി സംഭവിച്ചത് ഇതാ നോക്കൂ. മുത്തശ്ശിയോട് ആഭരണം ചോദിച്ചു. മുത്തശ്ശി നൽകാൻ തയ്യാറായില്ല. ബാക്കി ഒരു കാര്യത്തിലും ഒരു എതിർപ്പും സമുദായത്തിൽ നിന്ന്, സമൂഹവുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അവിടുന്ന് എതിർപ്പില്ല. അവർ ബന്ധപ്പെടാറില്ലെന്ന് അവർ തന്നെ സമ്മതിച്ചു. ബന്ധുക്കൾ ഇടപെടാറുണ്ട്. അവർ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പിന്നെ ഒരു ചെറിയ തെളിവും കൂടെ പറയാം. അതായത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു ഇദ്ദേഹത്തിനെ കണ്ടിരുന്നു. ബുള്ളറ്റാണ് ബൈക്ക്. ആ ബുള്ളറ്റിൽ ഈ പെൺകുട്ടിയുമായിട്ട് പോവുക ഈ റോഡിൽ കൂടി. അപ്പോൾ ഈ ബന്ധു മനഃപൂർവ്വം നോക്കാതിരുന്നു. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടിയെയും വെച്ചുകൊണ്ട് പോകുന്നത്, നിക്കാഹ് കഴിക്കാതെ വെച്ചുകൊണ്ട് പോകുന്നത് ഹറാമാണ്. ആ സമുദായ വിരുദ്ധമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നോക്കാതെ അങ്ങ് പോയി. ഇപ്പോൾ ധാരാളമാണ് കൊച്ചു പെൺകുട്ടികൾ വരെ ഇപ്പോൾ എല്ലായിടത്തും തോളി കൈയിട്ടും അതുപോലെ കെട്ടിപ്പിടിച്ചും ഒക്കെ ട്രെയിനിനകത്തും ബസ്സിനകത്തും ഒക്കെ നമുക്ക് അറപ്പ് വരും. അവരറിയുന്നില്ല. അതുപോലെയാണ് ബന്ധങ്ങൾ. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കെട്ടിപ്പിടുത്തവും മറ്റു കാര്യങ്ങളും റൊമാൻസും ഒക്കെ അവിടെ നടക്കുക.
അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ തന്നെ ഒരു ജാള്യമുണ്ടോ? ആ രീതിയിലാണ് ബന്ധങ്ങളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സമ്മതപ്രകാരമായതുകൊണ്ട് നമുക്ക് അതിലൊന്നും ഇടപെടാനും സദാചാര പോലീസ് ചമയാനും കഴിയില്ല. പക്ഷേ ഈ സമുദായം എന്ന് പറയുന്ന ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. നിങ്ങൾ നിക്കാഹ് കഴിച്ചതിന് അല്ലാത്ത ബന്ധങ്ങളെ വ്യഭിചാരമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഇത് നോക്കാതെ പോയി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹകരണ ബാങ്കിലെ ജീവനക്കാരിയായിരുന്നു. അവരും ഇങ്ങനൊരു സംഭവം പറഞ്ഞു. അവരുടെ സമുദായത്തിൽ ഇത് ഒരു അത്ര നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവർ അതിലധികം ശ്രദ്ധയൊന്നും കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ പോയി ഈ പയ്യനും ആ ബന്ധുവിനെ കാണാതിരിക്കത്തക്ക രീതിയിൽ അങ്ങോട്ട് നോക്കാതെ തന്നെ പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവർ തമ്മിലുള്ള കല്യാണത്തിലുള്ള എല്ലാ സമ്മതവും വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു. അവിടെ ഒരു വലിയ പ്രക്ഷോഭമോ എതിർപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. മാലയുടെ കാര്യത്തിൽ മാത്രം. അപ്പോൾ പ്രശ്നം ഈ പെണ്ണു മൂലമുള്ള പ്രശ്നമല്ല, മറിച്ച് സ്വർണം മൂലമുള്ള പ്രശ്നമാണ്. കനകം മൂലം കാമിനി മൂലമെന്നാണല്ലോ നമ്മുടെ സാറ് സൂചിപ്പിച്ച പോലെ ഒരു സമൂഹത്തിന്റെ തെറ്റല്ലേ ഈ അമിതമായ ആഡംബര ജീവിതത്തിലേക്ക് കുട്ടികളെല്ലാം വളർത്തിയെടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണോ? സംശയം എന്താ? അത് ആഡംബരം അങ്ങ് കാണിച്ച് ഷോ കാണിക്കുക കല്യാണത്തിന്. മറ്റൊരു രംഗത്തും ഷൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആഡംബരം കാണിച്ച്. അത് കണ്ടില്ലേ, സ്ത്രീധനം എന്ന് പറയുന്ന സംഗതി ശ്രീജിത്തെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ സമുദായക്കാരും ഈ കല്യാണം നടത്തുമ്പോൾ മുൻവശത്ത് അവിടെ പോർട്ടിക്കോയിൽ ഹാളിൻ്റെ പോർട്ടിക്കോ ഉണ്ടാവുമല്ലോ, ആ പോർട്ടിക്കോയിൽ കൊണ്ടുവന്നൊരു കാറ്, ആഡംബര കാർ ഇങ്ങനെ മാലകൾ വിട്ട് അലങ്കരിച്ച്. എന്താണെന്നറിയാം സംഭവം? പെണ്ണിൻ്റെ വീട്ടുകാർ ആ പയ്യന് കൊടുക്കുന്ന സമ്മാനം വലിയ ആഡംബരമായിട്ട് ഇതിങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുക. കൗപീനമൊക്കെ പുറത്ത് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് പോലെ. നാണമില്ലെന്നാണ് ചോദിക്കുന്നത്. ഈ സ്ത്രീധനമെന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഈ വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ മരുമോന് കൊടുക്കുന്നത് ദേ കണ്ടോ എന്ന് 10 പേര് നിങ്ങൾ കൊടുത്തു, രഹസ്യമായിട്ട് കൊടുത്തു, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ യാത്രയ്ക്ക് വേണ്ടി. ഇപ്പം എന്തിനാ ഇത് പൊതുജനങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിച്ച് പൊങ്ങച്ചം കാണിക്കുന്നത്? അതുപോലെ തന്നെ മുക്കുപണ്ടങ്ങൾ ഉൾപ്പെടെയുള്ളതും എല്ലാം കൂടെ വെച്ചിട്ട് ഡൊഡിയാനും മറ്റേതും എല്ലാം കൂടെ ഇട്ട് പെണ്ണിനെ സ്വർണം കൊണ്ട് അങ്ങോട്ട് മൂടി വൃത്തികേടാക്കി കളയുന്ന പരിപാടിയില്ലേ? 1 കിലോ സ്വർണ്ണമൊക്കെ ഇപ്പോൾ ഷോ കാണിക്കാൻ വേണ്ടി ഇത്രയും വിലയുള്ള സമയത്ത് കാണിച്ചു കൂട്ടുന്നത്. ആ സ്വർണ്ണമെല്ലാം കൂടി ഇട്ട് കൊച്ചിൻ്റെ കഴുത്തൊടിഞ്ഞ് പോവുകയാണ്. കൊച്ചിന് നേരെ രൂപ നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പോകും. ആഡംബരങ്ങൾ, സാരിയുടെ വിലയോ പറയണ്ട, ലക്ഷങ്ങൾ വിലയുള്ള സാരി. ഏറ്റവും കൂടിയത് മത്സരമാണ്, കോമ്പറ്റീഷൻ നടത്തി മത്സരിക്കുകയാണ്. പണ്ട് ഈ നായന്മാരൊക്കെ കുട്ടികൾ കണ്ടുപിടിക്കുന്നു. ഇത് കുട്ടികൾ കണ്ടുപിടിക്കുകയല്ല, അയൽപക്കക്കാർ കണ്ടുപിടിക്കുന്ന ആവണം. അയൽപക്കത്ത് ഇത്രയും സാമ്പത്തിക ശക്തി ഇല്ലാത്ത ആൾക്കാരും ഇതുപോലെ നടത്തണമെന്ന് ആഗ്രഹിക്കും. അവരുടെ പെൺകുട്ടികൾക്കും ആഗ്രഹം വരില്ലേ? ഞങ്ങളുടെ അച്ഛന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? അവൾക്ക് ഇത്രയും മാലയുണ്ടായിരുന്നു, അവൾക്ക് ഇത്രയും വലിയ കാറ് കിട്ടി, അല്ല കാറ് കൊടുത്തു അവരുടെ ഭർത്താവിന് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കും ഇതുപോലെ വേണം. മൊബൈലിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടില്ലേ ശ്രീജിത്തെ? നല്ല മൊബൈൽ അവനുണ്ടെങ്കിൽ അവന് ഐപോഡോ അല്ലെങ്കിൽ ഐഫോണോ ഉണ്ടെങ്കിൽ എനിക്കും അതുപോലെ ഐഫോൺ വേണമെന്നേ മറ്റവൻ വിചാരിക്കും. എനിക്ക് സാമ്പത്തികമായിട്ട് അത്രയും വരുമാനമില്ല, എനിക്കിത് മതി എന്ന് ആരും വിചാരിക്കുകയില്ല. അവിടെ തുല്യതയാണ് അവർക്ക് വേണ്ടത്. ആ സാമ്പത്തിക തുല്യത ഉണ്ടോ? അന്തരം വർദ്ധിച്ചു വരികയാണ്. കള്ളത്തുരത്തിൽ കൂടെയും ഇങ്ങനെ PSC അംഗമായിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ഇരുന്നവനൊക്കെ കാണും പണം. ധാരാളം കൈക്കൂലി വാങ്ങിക്കുന്നവനും കാണും, അല്ലെങ്കിൽ വല്ലവനെയും പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന ആൾക്കാർക്കും കാണും, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും ഒക്കെ കാണും പണം. അവൻ്റെ ആഡംബരം അവൻ കാണിക്കുമ്പോൾ സത്യസന്ധമായിട്ട് ജീവിച്ച് അവനെ എണ്ണിച്ചുട്ടുന്ന അപ്പം പോലെ കിട്ടുന്ന പണം മാത്രമേ ഉള്ളൂ. ആ പണവും അവന് ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു. അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. ആ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ആ ചുറ്റുപാടുണ്ട്. അതുപോലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവരുടെ അച്ഛന് സൗദി അറേബ്യയിൽ ഒരു ബിസിനസ്സായിരുന്നു. ആ ബിസിനസ് പൊളിഞ്ഞ വകയിൽ 75 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. ശരിയാണ്. ഈ ഇപ്പം മാളുകൾ വന്നതോടുകൂടി ഏത് ചെറിയ കടകൾ അവിടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞ സ്വന്തം പ്രണയിനെയും സഹോദരനെയും എന്തിനാണ് ഈ കൊലപാതകം? നിരാശ, അട്ടർ നിരാശ. ഈ പണം കിട്ടില്ലെന്ന് വന്നപ്പോൾ ഇവൻ സ്വപ്നം കണ്ട ആഡംബര ജീവിതം അവന് കിട്ടുന്നില്ല, ആ സ്വർഗം അവന് കിട്ടുന്നില്ല. എന്നാൽ പിന്നെ ഇവരെ എല്ലാം കൊന്നേക്കാം എന്നൊരു തീരുമാനത്തിൽ അവൻ എത്തുകയാണ് ഉണ്ടായതെന്ന് ഞാൻ ഊഹിക്കുക. പിന്നെ വേറൊരു ഘടകം പറയുന്നത് ഇവൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് പറയുന്നത്. നമുക്ക് തെളിവൊന്നുമില്ല. ഒരാളുടെ കയ്യിൽ മയക്കുമരുന്ന് കാണുകയോ കഴിക്കുന്നത് കാണുകയോ ചെയ്യാൻ നമ്മളത് പറയുന്നത് ദൈവദോഷം. എൻ്റെ സുഹൃത്തുക്കളിൽ അവനെക്കുറിച്ച് പറയുന്നത് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ മാന്യനാണെന്നാണ് പറയുന്നത്. മാന്യനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ അവസാനം വരുന്നത് ഇത് കനകം മൂലമാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല, കാമിനി മൂലമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല, മയക്കുമരുന്ന് മൂലമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇത് മൂന്നും ഇപ്പോൾ നമ്മുടെ കേരള സമൂഹത്തെ കാർന്നു തിന്നുന്ന തന്നെയല്ല വളരെ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട് താനും. ഈ ആഡംബരം നമ്മൾ ഒഴിവാക്കണം.
ഈ മയക്കുമരുന്നിനെ ഒഴിവാക്കാൻ വലിയ പ്രയാസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആഡംബരം നമ്മൾ ഓരോരുത്തരും ഈ ഉപദേശം നടത്തുന്ന നമ്മൾ ഓരോരുത്തരും ആഡംബര ജീവിതത്തിൽ നിന്ന് മാറ്റണം. ഇത് സമൂഹത്തിന് വലിയൊരു ക്യാൻസറായിട്ട്, ഇതാണ് കുഷ്ഠം, സനാതനധർമ്മം അല്ല കുഷ്ഠം, ഈ നമ്മുടെ ഈ ആഡംബരം വലിയൊരു കുഷ്ഠമായിട്ട് തന്നെ പടർന്നു വരുന്നുണ്ട്. ഇതിനുവേണ്ടി കൊലപാതകത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്, ആത്മഹത്യയിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് സോഷ്യലിസം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് തെളിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ പരാജയപ്പെട്ടു, ശരി. പക്ഷേ നമ്മൾ ഈ ആഡംബരം, ലളിതമായ ജീവിതം മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ നയിക്കാനെങ്കിലും തയ്യാറാകണം. ഞാനുണ്ടാക്കിയ പണം എനിക്ക് ആഡംബരം കാണിക്കണം എന്നുള്ള അഹങ്കാരം നിങ്ങൾ ഒഴിവാക്കിയാൽ കുറേയൊക്കെ ഇതുപോലുള്ള അപകടങ്ങൾ, അപമൃത്യുകൾ ഒക്കെ നമുക്ക്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ, കൊലപാതകങ്ങളൊക്കെ ഒഴിവാക്കിക്കൂടി. അത്രയൊരു കാരുണ്യം ചെയ്യുക.